ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്നത്തെ സന്ദേശം കേൾവിക്കാർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിലെ എല്ലാ പ്രേക്ഷിതരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആതുരാലയത്തിലെ പ്രത്യാശഭവനിലെ എല്ലാ സഹോദരങ്ങളെ ഓർത്തും അവിടുത്തെ പ്രേക്ഷിതരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ ബലം നൽകി, ഞങ്ങൾക്ക് ആരോഗ്യം നൽകി, ഞങ്ങളുടെ ചിന്തകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കഴുകി വിശുദ്ധീകരിച്ച് ഈ വചന ശുശ്രൂഷയെ കേൾവിക്കാരെയും പ്രസംഗിക്കുന്ന എന്നെയും ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ പ്രാർത്ഥന സകല വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും ഞങ്ങൾക്ക് കാവലും കൂട്ടും കോട്ടയുമായിരിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഈ വചന കേൾവിക്കായി കാതുകൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് അബ്രഹത്തോട് പറഞ്ഞ തിരുവചനം, ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിലെല്ലാവരും അത് നിറയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുവെന്ന യാക്കോബിന്റെ വാക്കുകളോർത്ത് ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വചനം കേട്ട് അതനുസരിക്കുന്നവരായി തീരുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്കിടയാകണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ ഉത്തരം തരുമാറാകണമേ. ആമീൻ. എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരുമ്പോൾ റോമാലേഖനം 9-ാം അധ്യായമാണല്ലോ ഇന്നലെ നമ്മൾ ധ്യാനിച്ചത്. അതിൻ്റെ 33-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടിവീണു, ഇതാ തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കും. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടിവീണു, ഇതാ തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു. ഇതാണ് റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ഈ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന വാക്യമാണ് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ ഇത് 141-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യവും ഇത് തന്നെയാണ്. യാക്കോബായ സുറിയാൻ സഭയുടെ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ് ഈ 5-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്, നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ, ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയ്ക്ക് കൊഴുപ്പാകാതെ ഇരിക്കട്ടെ. എന്തെന്നാൽ അവരുടെ ദോഷത്തെക്കുറിച്ചാകുന്നു എൻ്റെ പ്രാർത്ഥന. അവരുടെ വിധികർത്താക്കൾ പാറയിൻ മുനയാൽ തടയപ്പെട്ടു, ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. ഒന്നാമത്തെ ആലോചന
ധ്യാനം ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്. രണ്ടാമത്തെ ധ്യാനം നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. മൂന്നാമത് ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയ്ക്ക് കൊഴുപ്പാകാതെ ഇരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന, മനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്. എല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനൊരു പാട്ടുണ്ട്, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം, നിന്റെ പൊന്നു നാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നു നാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. വക്രത നിറഞ്ഞ ഈ പാപലോകത്തിൽ നിന്ന് നീ വേർതിരിച്ച് വിളിച്ച നിൻ ജനം, നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനവും ശോഭിപ്പാൻ കൃപ നൽകണമേ എന്ന്. അതാണ് പ്രാർത്ഥന. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ഈ ലോകത്തിൻ്റെ തിന്മകൾ, ദുഷ്ടന്മാരുടെ ആലോചന, ഇതൊന്നും നമ്മളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ഇടയാകാതെ കാത്തുകൊള്ളണമെന്നുള്ള പ്രാർത്ഥന. സങ്കീർത്തനം 1-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണല്ലോ. സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നത്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമ്മൾ സന്ധ്യയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്. എന്നിട്ടും എന്ത് നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നന്മയുടെ ജീവിതം, അല്ലെങ്കിൽ ഒരു നീതിബോധത്തിൻ്റെ ജീവിതം, ഒരു സന്മാർഗ ജീവിതം ലഭിക്കാത്തത് എന്തെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണം. പൊതുവേ നമ്മളെക്കുറിച്ച് പറയുന്നത് പ്രാർത്ഥന കുറവുള്ള ആളുകളെന്നാണ്. യാക്കോബായ സഭ വിശ്വാസികളിൽ ഭൂരിപക്ഷം പേർക്കും പ്രാർത്ഥന കുറവുള്ളവരാണെന്നാണ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയും ഏറ്റവും കൂടുതൽ ധ്യാനവും ഏറ്റവും കൂടുതൽ വിശുദ്ധീകരണത്തിന് ആഹ്വാനമുള്ള പ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്നതും സുറിയാനി സഭകളിലാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന എടുത്ത് ചൊല്ലുമ്പോൾ ഈ ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ചേരുമാറാകരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠകളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവർ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ദേവാലയത്തിൽ പോകും, പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും, പക്ഷെ കുർബാന അനുഭവിക്കില്ല. കുറച്ചും കൂടി മുതിർന്ന് ഒരു 20 വയസ്സൊക്കെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ പോകുന്നത് കുറച്ചു. ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് ഉപയോഗിക്കാതെ ലൗകിക മോദങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ദിവസമാക്കി അതിനെ ചുരുക്കി
പെരുന്നാളുകൾക്കൊക്കെ പള്ളിയിൽ പോകും, വഴിപാടിടും, വിശുദ്ധ കുർബാന മുഴുവനായിട്ട് കാണുകയില്ല, വിശുദ്ധ കുർബാന അനുഭവിക്കില്ല. ഇങ്ങനെ വളർന്നു വരുന്തോറും ഭക്തി എന്ന് പറയുന്നത് ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന തരത്തിലോ ആയിപ്പോയി. അങ്ങനെ ആയപ്പോൾ പലപ്പോഴും സമയം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള കൂട്ടത്തിലാണ്. മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നതും ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അസത്യത്തെ സത്യമാക്കുന്നതും, അങ്ങനെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് ഈ പാറമേൽ തട്ടി വീഴാൻ ഇടയാക്കി. ഒരുപക്ഷെ എന്നോടന്ന് നീതിമാനെന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ തിരുവചനം എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. എൻ്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിൽ ആരും നീതിമാനില്ല. എല്ലാവരും തിന്മയാണ് ഞാൻ അവരെ കാണുന്നത്. മറ്റുള്ളവരിൽ നന്മ കാണുവാൻ എനിക്ക് അധികം മനസ്സുണ്ടായിരുന്നില്ല. മറ്റുള്ളവരിലെ തിന്മകൾ കണ്ടിട്ട് ഞാൻ ഭക്തന്മാരെന്ന് പറയുന്നവരോ പൗരോഹിത്യ നൽവരമുള്ളവരോ വചന ശുശ്രൂഷകരോ ഇവരെക്കുറിച്ചൊക്കെ ഞാൻ അവരുടെ തിന്മവശങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരുന്ന കാലത്ത് എൻ്റെ വിചാരം ഞാൻ പറയുന്നതും ഞാൻ വിധി നടത്തുന്നതും എൻ്റെ കൂട്ടുകെട്ടൊക്കെയും നല്ലവരോടൊത്താണ്, നന്മ ചെയ്യുന്നവരോട് കൂടിയാണെന്ന ഒരു വിചാരമായിരുന്നു എനിക്ക്. ഞാൻ ഈ സിയോനിൽ ഇട്ടിരിക്കുന്ന ആ തടങ്കൽ പാറയിൽ തട്ടി വീണപ്പോഴാണ് എനിക്ക് ഇടർച്ചയുണ്ടായത്. ഞാൻ എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതം എന്തായിരുന്നു എന്ന് പരിശോധിക്കാനും അന്ന് വരെയുള്ള ജീവിതം വളരെ മോശമായിരുന്നുവെന്നും എൻ്റെ തോന്നലുകളിലാണ് ഞാൻ പലതും നീതിമാനെക്കുറിച്ച് സംസാരിച്ചതൊക്കെ എന്ന ഒരു വിചാരം എൻ്റെ ഉള്ളിൽ കയറി. അന്നു മുതൽ ഞാൻ കൂട്ടുകാരൊത്ത് കടത്തിണ്ണകളിലിരിക്കാതെയായി. കൂട്ടുകാരുടെ ആവശ്യങ്ങളിലേക്ക് പലപ്പോഴും പോകാതെ പുറകോട്ട് മാറാൻ തുടങ്ങി. യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിൽ സഭയോടൊത്ത് ചിന്തിച്ചുകൊണ്ട്, സഭയോടൊത്ത് ചേർന്നുകൊണ്ട്, പൗരോഹിത്യ നൽവരമുള്ള സഭകളിൽ പ്രാർത്ഥിക്കാൻ പോകാൻ തുടങ്ങി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, വിശുദ്ധ കുർബാന അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു 28 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവം എൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രവർത്തിച്ചു. ദൈവം എന്നെ ഒത്തിരി സ്നേഹിച്ചു എന്ന് എനിക്കന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ 1-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം പറയുന്ന പോലെ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ബൈബിൾ വായന തുടങ്ങി. ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി കഴിയുമ്പോൾ അവിടെ പ്രസംഗിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കും. കുറിച്ച് വെച്ച വചനങ്ങളൊക്കെയും വീട്ടിൽ വന്നിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ വീടിൻ്റെ കുടുംബം നോക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വചനങ്ങളൊക്കെ എഴുതി വെച്ചത് ശരി തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കാനും അങ്ങനെ ബൈബിൾ വായിക്കാനും തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റ് കാര്യങ്ങൾക്ക് നേരമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്താൻ ബിസിനസ്സിന് പോകുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ
പ്രാർത്ഥനയും ബൈബിൾ വായനയായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഞായറാഴ്ച ദിവസം ഫുള്ള് അതിരാവിലെ തന്നെ ദേവാലയത്തിൽ പോകുന്നു. പ്രഭാത പ്രാർത്ഥന മുതലുള്ള പ്രാർത്ഥനകൾ പള്ളിയിൽ പങ്കെടുക്കുന്നു. എല്ലാ യാമപ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്നു. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. 10 മണി 10:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരുന്നു. പിന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നു, നല്ല കാര്യങ്ങൾ ഇടപെടുന്നു, രോഗികളെ സന്ദർശിക്കാൻ പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ കൂടിയിട്ട് മാത്രമുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വചനം പങ്കുവെക്കുന്നു. അതങ്ങനെ വളർന്ന് ഞങ്ങളുടെ ശുശ്രൂഷ ആശുപത്രികളിലും തെരുവോരങ്ങളിലും ഒക്കെ അനാഥരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ദൈവസ്നേഹം പങ്കുവെക്കുക, ഇങ്ങനെ കർത്താവ് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിന് വായിച്ചതുപോലെ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വചനം പറയുവാനായിട്ട് നിൽക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട്, എനിക്കൊത്തിരി എൻ്റെ ജീവിതത്തിൽ ആനന്ദമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ദൈവം ഇവിടം വരെ എത്തി. ഒരു പാട്ടുകാരനിങ്ങനെ പാടിയതിൻ്റെ ഒരു വരി എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്, ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. പഴയ കാലത്തൊരു പാട്ടാണ്, ഒറ്റ വരിയാണ് എൻ്റെ മനസ്സിലുള്ളൂ. ഇങ്ങനെയാണ്: അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേ വന്നരകമാതിൽ. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്ന് പാപികളുടെ വഴിയിൽ വ്യാപരിച്ചിരുന്ന കാലത്തൊക്കെ എനിക്ക് വലിയ അത്യാഹിതങ്ങളുണ്ടായിട്ടുണ്ട്, വലിയ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. മരണത്തിൽ വരെ എത്താവുന്ന രീതിയിലുള്ള അടിപിടി കേസുകളിലൊക്കെ പെട്ട്, കത്തിക്കുത്തുകളിലൊക്കെ പെട്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധി, വലിയ അപമാനം ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടുകൂടിയ എല്ലാവരും ദുഷ്ടന്മാരായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നല്ലവരെന്ന് മനസ്സിൽ വിചാരിച്ച് നടന്നവരുടെ എല്ലാം ആലോചനകളും പ്രവർത്തനങ്ങളും ദുഷ്ടനായ സാത്താൻ കൊടുക്കുന്ന ആലോചനകളും പ്രവർത്തനങ്ങളുമായിരുന്നതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയും കൂട്ടുകൂടുന്ന സുഹൃത്തുക്കളെല്ലാം സമൂഹത്തിൽ നല്ലവരെന്ന് അറിയപ്പെട്ടിരുന്നവരാണെങ്കിലും അതിൻ്റെ ഫലം പുറത്തേക്ക് വന്നത് ദുഷ്ടതയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ദുഷ്ടനെ പോലെയാണ്. നമ്മളെ കാണുമ്പോൾ ആളുകൾ ഒരുവിധം നന്നായി ജീവിക്കുന്നവർ ഇപ്പോൾ വല്ല കാര്യമുണ്ടോ, ഈ അടിപിടിക്കൊക്കെ പോകണ്ടേ, ഈ രാഷ്ട്രീയം പറയാൻ പോകണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഫലം പുറത്തേക്ക് വരുന്നത് ദുഷ്ടഫലമാണ്. നന്മയാണ് ചെയ്യാൻ ആഗ്രഹിച്ചത്, നന്മയ്ക്ക് വേണ്ടിയാണ് ഇടപെട്ടത്, നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ആരംഭിച്ചത്. പക്ഷെ അവസാനത്തിലെത്തുമ്പോൾ അത് പ്രതിസന്ധിയിലായി. അതിൻ്റെ ഫലം ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു, മോശക്കാരുടെ രീതിയിൽ എണ്ണപ്പെട്ടു. അപ്പോഴാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ഈ 28-27 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടും തിന്മയാണല്ലോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നല്ലതെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടും വളരെ മോശമായെന്നുള്ള സമൂഹം പറയുന്നത്, എവിടെ പിഴച്ചു, എവിടെ തെറ്റുപറ്റി, ഇങ്ങനെ പോയാൽ പോരല്ലോ. കുഞ്ഞുനാളിലൊക്കെ വലിയ നല്ല രീതിയിൽ ജീവിക്കണമെന്നും വലിയ നന്മകളും സമൂഹത്തിനും കുടുംബത്തിനൊക്കെ ചെയ്ത് നന്നായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ഈ കുഞ്ഞുനാളിലെ ജീവിതത്തിന് എന്തു പറ്റി?
കുഞ്ഞുനാളിലെ ആഗ്രഹങ്ങൾക്ക്, കുഞ്ഞുനാളിലെ പ്രിയമുള്ളവരെ ആശയങ്ങൾക്ക് ഇന്ന രീതിയിലൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചെടുത്ത് എന്ത് പറ്റി? ഈ എന്ത് പറ്റിയെന്ന ചോദ്യമാണ് ഈ ഇടർച്ച കല്ലായി എനിക്ക് കൂട്ടിയത്. എന്ത് പറ്റിയെന്നുള്ള ഈ ചോദ്യം എനിക്ക് ഇടർച്ചയ്ക്ക് കാരണമായി. ഞാൻ പ്രിയമുള്ളവരെ 28ാമത്തെ വയസ്സിൽ ആ കല്ലെ തട്ടി വീണു. ഒരടി പോലും എനിക്ക് മുന്നോട്ട് പോകാൻ, സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി, സ്വന്തം ആശയത്തിൻ്റെ ഭാഗമായി, സ്വന്തം സമ്പത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും എനിക്കൊരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം ഞാൻ തട്ടി വീണു. ആ തട്ടി വീഴ്ചയാണ്, തട്ടി വീണിട്ട് എൻ്റെ കാല് പൊട്ടി, കൈപൊട്ടി, ഞാൻ വളരെ പരിക്കേറ്റ മനുഷ്യനായി. ഞാൻ നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉപമയിൽ പറയുന്ന പോലെ ഞാൻ മാമോദിസ മുങ്ങി പിതാവിൻ്റെ ഭവനത്തിൽ മാമോദിസ എന്ന കൂദാശയിലൂടെ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പരിശുദ്ധ സഭയിൽ കർത്താവിൽ ചേർത്തിട്ട് ഞാനങ്ങ് യെരൂശലേമിൽ നിന്ന്, സമാധാനത്തിൻ്റെ പട്ടണത്തിൽ നിന്ന് ഞാൻ എരീഹോയിലേക്ക്, കച്ചവട കേന്ദ്രമായ എരീഹോയിലേക്ക് എൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ എന്നിലുള്ള നന്മകളെല്ലാം ചോർന്ന് ഞാൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട്, ദുഷ്ടന്മാരാൽ വസ്ത്രമഴിക്കപ്പെട്ട് ഞാൻ അർത്ഥപ്രാണനഗ്നനായി കിടക്കുകയാണ്. ഇതാണ് സത്യത്തിൽ എൻ്റെ ജീവിതം. ഞാൻ ആ ഉപമയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ കേൾക്കുകയും വീട്ടിൽ വന്നത് വായിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, എൻ്റെ ജീവിതമാണല്ലോ ഇത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ കല്ലേൽ തട്ടി വീണു. അർത്ഥപ്രാണനഗ്നനായി കിടക്കുമ്പോൾ കർത്താവ് തന്നെ ഒരു സഹോദരനിലൂടെ എന്നെ ഒരു സത്രത്തിൽ, ഒരു ധ്യാന കേന്ദ്രത്തിലാക്കി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് നന്മയുടെ വശങ്ങൾ, പാറയാകുന്ന യേശു ക്രിസ്തുവിൽ എൻ്റെ ജീവിതത്തെ പിടിപ്പിക്കുകയും എൻ്റെ ഭവനം യേശു ക്രിസ്തു ആകുന്ന പാറമേൽ പണിയാൻ തീരുമാനിച്ചത്. പിന്നീട് കാറ്റ് വന്നു, വലിയ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. ഇന്നവരെയും തകരാൻ ഈ പാറ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാനന്ന് ദൈവമില്ല എന്ന് പറഞ്ഞവരുടെ പക്ഷത്ത് കൂടുകയോ, ദൈവത്തെ വേണ്ടവണ്ണം ബഹുമാനിക്കുകയോ ധ്യാനിക്കാത്തയോ ചെയ്യാത്തവരുടെ കൂട്ടുകൂടി പ്രാർത്ഥിക്കാൻ നടന്നവരെയും പള്ളിയിൽ പോകുന്നവരെയൊക്കെ കുറ്റപ്പെടുത്തിയെങ്കിൽ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു ദിവസം, ഞായറാഴ്ച ദിവസം എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങി വന്നിട്ട് വീട്ടിലേക്ക് ഊണ് കഴിക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത്, ഒരു പ്രാർത്ഥനാ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ യൂണിറ്റ്, ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ ആ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ചോറ് വിളമ്പി തരാൻ ഞാൻ വീട്ടിലേക്ക് വരണോ, അതെയോ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വരണം. ഇതൊക്കെ ആളുകളുടെ ഒരു തരം തട്ടിപ്പാണ്. ആ പ്രാർത്ഥന യോഗം നടത്തുന്നത് സിസ്റ്റർമാരൊക്കെ കൂടിയിട്ടുള്ളൊരു യോഗമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ സിസ്റ്റർമാരൊക്കെ മനുഷ്യനെ പറ്റിച്ച് കാശുണ്ടാക്കാനുള്ള പണിക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. വീട്ടിൽ പോയി ചോറ് വിളമ്പ്, ആവശ്യത്തിന് പ്രാർത്ഥനയൊക്കെ വീട്ടിൽ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോന്നതാണ്. ഞാൻ ഇന്ന് സന്ധ്യയ്ക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എന്തെന്നാൽ അവരുടെ ദോഷത്തെക്കുറിച്ചാകുന്നു എൻ്റെ പ്രാർത്ഥന. ഒരുപക്ഷെ ഞാനന്ന് അങ്ങനെ എൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ആ സിസ്റ്റർമാരും മറ്റ് പ്രാർത്ഥിക്കുന്നവരും അവിടെ പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എൻ്റെ ഈ ദുഷ്ടതയ്ക്കും ഈ ദൈവത്തിനെതിരെ നിൽക്കുന്ന ഈ സ്വഭാവത്തിനൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്നെ അറിയാവുന്ന പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെക്കുറിച്ചാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാറയിൻ മുനയാൽ തടയപ്പെട്ടു. അവരുടെ വിധികർത്താക്കൾ പാറയുടെ മുനയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയായിരിക്കാം ഞാൻ ധ്യാനം കൂടാനും എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ചിന്തയ്ക്ക് വിധേയമാക്കാനും ഒക്കെ കാരണമായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ മറ്റുള്ളവരെ ദുഷിക്കുകയോ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ മറ്റുള്ളവരെ ചെറുതായി കാണുകയോ ചെയ്യാതെ, നമ്മളെ ആരെങ്കിലും ചെറുതായി കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും മോശമായി കാണുന്നുണ്ടെങ്കിൽ, അവർ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടാൻ വേണ്ടി, ക്രിസ്തുവാകുന്ന പാറമേൽ തട്ടി വീഴാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് 2-3 കാര്യമാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ദുഷ്ടമനുഷ്യരോടുകൂടി അവൻ ചേരരുത്. 2, അവനെ നീതിമാൻ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നീതിബോധമുള്ള ആരെങ്കിലും നമ്മളെ ശാസിക്കുമ്പോൾ, എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊക്കെ ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ ഇടയിൽ ചേരാതിരിക്കുക മാത്രമല്ല, നല്ലവരുടെ ഇടയിൽ നീതിമാനായിട്ടുള്ളവൻ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യണം. ദുഷ്ടന്മാരുടെ തൈലം, ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയ്ക്ക് തണുപ്പാകുന്ന രീതിയിൽ കൊഴുപ്പ് കൂട്ടാതിരിക്കട്ടെ. എന്തെന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന, അവർ ദൈവത്തിനെതിരെ ചെയ്യുന്ന, ദൈവരാജ്യത്തിനെതിരെ ചെയ്യുന്ന ദോഷത്തെക്കുറിച്ചാകുന്നു. അതുകൊണ്ട് അവരുടെ വിധികർത്താക്കളെല്ലാം ഈ പാറയുടെ മുനയാൽ തടയപ്പെടണം. പ്രിയമുള്ളവരെ, ആ കല്ല് കർത്താവ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തട്ടി വീണാൽ ഇമ്പമുള്ള വചനങ്ങൾ കേൾക്കും. ഞാൻ നിങ്ങളോട് പണ്ട് എൻ്റെ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ അർത്ഥപ്രാണനഗ്നനായി എന്തു ചെയ്യും, ഏതു ചെയ്യും, എൻ്റെ ജീവിതത്തെ ആദ്യകാല സന്തോഷത്തിലേക്കും ആദ്യകാല സമാധാനത്തിലേക്കും കൊണ്ടുവരാൻ ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്ക് ഭാര്യയുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ അധപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, എവിടെ ഞാൻ എൻ്റെ ജീവിതത്തെ കൂട്ടിക്കെട്ടുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഒരു പ്രിയ സ്നേഹിതൻ, എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറയുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുന്ന, നിങ്ങൾക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനം തരാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് പോയി ഒരു ധ്യാനം കൂടുക. എന്നെ ആ സഹോദരനോട് പറഞ്ഞു, എന്നെ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നല്ലോ, ഞാൻ മരണത്തോടടുത്തവനാണ്. ക്യാൻസർ രോഗം വന്ന് ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞാണ്. നിങ്ങളും എന്നെ രോഗാവസ്ഥയിൽ വന്ന് കണ്ടതാണ്. എന്നാൽ ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ആ ആശുപത്രിയിലെ നേഴ്സ് പറഞ്ഞതുപോലെ ഞാൻ അവിടെ വന്ന് ധ്യാനം കൂടാനിടയായി. എൻ്റെ കർത്താവിനെ സൗഖ്യപ്പെടുത്തി. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, ഈ പാറമേൽ തട്ടി വീണ ഞാൻ ആ മുറിവുകളോടുകൂടി എൻ്റെ എല്ലാ മുറിവുകളും ഉണക്കി, ബാഹ്യമായതും ആന്തരികമായതും അങ്ങനെ ഉണക്കി. ഒരു ധ്യാനം കഴിഞ്ഞു, പിന്നെ ഞാനൊരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, പിന്നെ ഞാൻ പ്രേക്ഷിത പരിശീലന ധ്യാനങ്ങൾ കൂടി, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ച് കർത്താവിനെങ്ങനെ വേല ചെയ്യാമെന്നുള്ള ധ്യാനവും കൂടി. ഇത്തരം ധ്യാനങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നു വന്നതും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ഈ വചനവുമായി നിൽക്കുന്നത്. ഇതാ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, യെശയ്യാ 28:16 ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല്. ഇതാ മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ ആത്മാവ് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ ജയിച്ച കല്ല്, സാത്താനെ അവൻ്റെ തലയെ ചവിട്ടി തകർത്ത കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായിടുന്നു. ആ കല്ലിൽ ഞാൻ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യേശു എന്നടിസ്ഥാനം, ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. 35 കൊല്ലം മുമ്പ് ഞാൻ പാടി, യേശു എൻ്റെ അടിസ്ഥാനം, എൻ്റെ ആശ അവനിലാണ്, ആശ്വാസത്തിൻ്റെ പൂർണ്ണത ഞാൻ അവനിൽ കണ്ടു. യെശയ്യാ 28:16 വീണ്ടും പറഞ്ഞത് ഇങ്ങനെയാണ്, അടിസ്ഥാനമായി ഇടുന്നു, വിലയൊറ്റ മൂലക്കല്ല്, ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാകുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഈ നാളുകളിൽ എത്ര ആളുകളെ യേശു ക്രിസ്തുവിൽ
വിശ്വസിക്കുന്നവരും വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നവരുമാക്കി തീർക്കാൻ ബലഹീനായ എനിക്ക് ദൈവം ഇടയാക്കിയെന്നറിയാമോ? വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാകുകയില്ല. വീണ്ടും വിശുദ്ധ മത്തായി 21:42 യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. അതെ, ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ കല്ലിനെ പണിത് മൂലക്കല്ലായി വെച്ച് സഭ പണിയേണ്ടവരായിരുന്നു. എന്നാൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. എൻ്റെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ കല്ലിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. എന്നെ പണിയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ, എന്നെ പണിയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഇടവക വികാരിയായിരിക്കുന്ന വൈദികൻ ഉൾപ്പെടെയുള്ളവർ എന്നെ തള്ളിക്കളഞ്ഞതാണ്. ഇത് ഗുണപ്പെടാൻ പോണില്ല എന്ന് പറഞ്ഞതാണ്. കാരണം പല സമയത്തും ഓരോ കാര്യങ്ങളായിട്ട് എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അവരോട് യുക്തിസഹമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ അവരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു, അവരോട് എതിർത്തുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അന്ന് എൻ്റെ ഉള്ളിലുള്ള നന്മ അവരിൽ കാണാഞ്ഞതുകൊണ്ടായിരിക്കാം. എൻ്റെ ഉള്ളിലുള്ള നന്മ എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ, സമൂഹം ഇങ്ങനെയാകണം, ക്രിസ്ത്യാനി ഇങ്ങനെയാകണം, ഞാൻ ഇങ്ങനെയാകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച നന്മ അവരിൽ മാതൃകാപരമായി കാണാഞ്ഞതുകൊണ്ടായിരിക്കാം ഞാൻ അവരോട് വിയോജിപ്പ് പറഞ്ഞത്. അപ്പോൾ അവർ പണിതിട്ട് ഞാൻ ശരിയാകാഞ്ഞതുകൊണ്ട് ഈ കല്ല് അവരെന്നെ ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് അവരുപേക്ഷിച്ച് കളഞ്ഞ കല്ലും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലും സത്യത്തിൽ മൂലക്കല്ലായി മാറി. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കും. പണിക്കാരെ എന്നെ പണിയാൻ ഏൽപ്പിച്ച എൻ്റെ പണിക്കാർ, എൻ്റെ തലതൊട്ടപ്പൻ തുടങ്ങി എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ബന്ധുമിത്രങ്ങൾ, എൻ്റെ അധ്യാപകർ, എൻ്റെ ആത്മീയ ശുശ്രൂഷ എനിക്ക് നടത്തേണ്ട പൗരോഹിത്യം വരമുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് എന്നിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തി, ഞാൻ അനേക നന്മ പ്രവർത്തനങ്ങൾക്ക് മൂലക്കല്ല് വെക്കുന്നവനായി തീർന്നു. അനേക പ്രവർത്തനങ്ങൾക്ക് വിലയുറ്റ ഉപദേശങ്ങൾ കൊടുക്കുന്നവനായി തീർന്നു. ഇന്ന് എൻ്റെ അടുത്ത് എത്രയോ ചെറുപ്പക്കാരും എത്രയോ പ്രായമായവരും ആത്മീയ മേഖലയുള്ളവരൊക്കെ വന്ന് സംസാരിക്കാനായിട്ട് വരുമ്പോൾ സഭയെക്കുറിച്ചും സഭയിൽ നടക്കേണ്ട നന്മകളും ഒക്കെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സഭയെ ഉയർത്താമെന്നാണ് ഞങ്ങൾ ചർച്ചകൾ വരുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടുത്തെ ഈ മാരാനാഥ ധ്യാന കേന്ദ്രം. മാരാനാഥ എന്ന് പറയുന്നത് കർത്താവെ വേഗം വരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവെ വേഗം വരണമേ എന്ന് സഭയിലുള്ള മുഴുവൻ വിശ്വാസികളെ കൊണ്ടും അധരങ്ങളിലൂടെ പ്രാർത്ഥിപ്പിക്കാൻ തക്കവണ്ണം വിശ്വാസികളെ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യൂട്യൂബ് ചാനലിലെ ഈ പ്രസംഗം പോലും. ഇതിനൊന്നും ജീവിതത്തിൽ ഇന്ന് സമയമുണ്ടായിട്ടല്ല. പക്ഷെ കർത്താവിൻ്റെ വിളിയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്ന് വ്യതിചലിച്ചാൽ അശുഭ വഴിയിലൂടെ യാത്ര ചെയ്യുമെന്നുള്ള കാരണത്താൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് മാത്രം തിരക്കുള്ള ശുശ്രൂഷകളാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. രോഗികളും ദുഃഖിതരും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ ഇടയിൽ ഉള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് തെരുവിൽ അലഞ്ഞടക്കുന്ന യാചകരായിട്ടുള്ള മക്കളുടെ ഇടയിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. മാനസിക രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് കഴിഞ്ഞ 10-30 വർഷമായിട്ട് യാതൊരു വിഷമകരവുമായ പ്രവർത്തനങ്ങളില്ലാതെ എല്ലാ വിഷമകരമായ പ്രവർത്തനങ്ങളുടെ മുകളിൽ കർത്താവുണ്ടെന്നും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നാൾ മുതൽ അവനെ സ്നേഹിച്ച് ചുംബനം കൊടുത്ത് നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുന്ന അന്നു മുതൽ അവന് വേണ്ടി അഹോരാത്രം പാടുപെടുന്ന ഒരു ശുശ്രൂഷ, അതിൻ്റെ മധ്യത്തിലാണ് ഈ വചന ശുശ്രൂഷയ്ക്ക് സമയം കട്ടുന്നത്. പ്രിയമുള്ളവരെ, കാരണം എന്താണ്? ഈ കല്ല് ക്രിസ്തുവിൻ്റെ മേൽ ക്രിസ്തുവാകുന്ന പാറമേൽ തട്ടി വീണ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവനോടൊപ്പമാണ്, അവനോട് കൂടെയാണ്, അവനിലാണ് എന്നുള്ള, അവനോട് കൂടെ പണിയപ്പെടുന്ന കല്ലുകളാണെന്നുള്ള ബോധ്യത്തിൽ ഈ കല്ല്
എന്താ, എന്ത് കല്ലാണ്? നല്ല മനോഹരമായ കല്ലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി, വിലയുറ്റ കല്ലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി, ഇത് ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലാണ് ഇട്ടിരിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി മനുഷ്യദൃഷ്ടികൾക്ക് അത്ഭുതകരമാകുന്നവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 29 കൊല്ലം മുമ്പ് കിടക്കാൻ ഒരു കിടപ്പുമുറിയും ഒരു കുഞ്ഞ് അടുക്കളയും ഒരു സിറ്റ് ഔട്ടും മാത്രമുള്ള, ഒരു ബാത്റൂമും മാത്രമുള്ള എൻ്റെ കുഞ്ഞു വീട്ടിൽ വഴിയോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നവരെ കൊണ്ടുവന്ന് ആ കിടപ്പുമുറിയിൽ താമസിപ്പിച്ച് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടുക്കളയിൽ കിടന്നപ്പോൾ ഈ പ്രവൃത്തി കാണാൻ അന്നത്തെ കരിസ്മാറ്റിക് രംഗത്തുള്ള പല ആളുകളും കാണാൻ വന്നു. അവരുടെ ദൃഷ്ടി അത്ഭുതമായി. ചില ആളുകൾ പറഞ്ഞു, ഇത് ഭയങ്കര തട്ടിപ്പാണ്, ഇത് പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണെന്ന്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഈ ശുശ്രൂഷ കണ്ട് മനസ്സലിഞ്ഞ് ഈ ശുശ്രൂഷയിൽ ആകൃഷ്ടരായി ഇതുപോലെ അനേക കുടുംബങ്ങൾ, എനിക്കറിയാം കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഞാൻ ജോർജ് കുറ്റികളച്ചൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്ന കാലത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും, ഇന്ത്യക്ക് കേരളത്തിന് വെളിയിൽ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ പോലും അവരുടെ ജോലി ഉപേക്ഷിച്ച് അവർ വാടകയ്ക്ക് വീടെടുത്ത് ആ വാടക കെട്ടിടത്തിൽ ആ തെരുവിലലയുന്ന മക്കളെ, ആകാശപ്പറവളെയും കൂട്ടി അവരുടെ കുഞ്ഞുമക്കളോട് ചേർത്ത് ആ വളരെയധികം ശുശ്രൂഷ ചെയ്ത് സമൂഹത്തിനും സഭയ്ക്കും ഒത്തിരി സാക്ഷ്യപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആ പല ആളുകളുണ്ട്. വലിയ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്ത് ഉപേക്ഷിച്ചു, അവരുടെ ജോലി ഉപേക്ഷിച്ചു, അവരുടെ ബിസിനസ് ഉപേക്ഷിച്ച് തെരുവിലെ മക്കളെ അവരുടെ കുടുംബത്തോട് കൂടി ചേർത്ത്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിൽ രാജപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു പീറ്റർ, അദ്ദേഹത്തിന് വലിയൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു രാജപുരം ജംഗ്ഷനിൽ. ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു കുടുംബത്തിൽ, ക്നാനായ കുടുംബമാണ് കത്തോലിക്ക സഭയിൽ. ആ പീറ്റർ ആ കട വിറ്റു. എന്നിട്ട് അവന് വീതമായി കിട്ടിയ സ്ഥലത്ത്, കള്ളാറെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ പഴയൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ മാറി താമസിച്ചുകൊണ്ട് അങ്ങോട്ട് തെരുവിലലയുന്ന ഒത്തിരി മക്കളെ സ്വീകരിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ കഴിഞ്ഞു. ചെന്നായിപ്പാറ തൃശ്ശൂർ പീച്ചിക്കടുത്ത് ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്തവന് സംശയം തോന്നി. ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ മലയാളത്തിൽ വന്ന് എൻ്റെ വീട് സന്ദർശിച്ചു. എൻ്റെ വീട്ടിൽ ഇത്ര ആളുകൾ താമസിക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഇതുപോലുള്ള സ്വന്തം വീടിനോട് ചേർത്ത് ഇതുപോലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തത് ഇന്നും ഞാൻ നന്ദിയോടെ, അങ്ങനെ ഒത്തിരി ആളുകളെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ആളുകൾക്ക് ഇതൊരു അത്ഭുതകരമായ പ്രവൃത്തിയാണെന്ന് പറയത്തക്കവണ്ണമുള്ള ശുശ്രൂഷയിലേക്ക് അനേകർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ യാക്കോബായ സഭയിലാണെങ്കിലും ഇന്ന് പലർക്കും അനേകർക്കത് ദൃഷ്ടാന്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൃപാലയം, നവജീവൻ ആശ്രമം എന്നൊക്കെ പറയുന്നതൊക്കെ, നവജീവൻ വയനാട്ടിൽ മീനങ്ങാടിയിലാണ്. മീനങ്ങാടി കത്തീഡ്രൽ പള്ളിയിൽ ഞാൻ 5 ദിവസത്തെ ധ്യാനം കാലത്ത് 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 4 മണി വരെ നടത്തിയിരിക്കുന്ന ഒരു പകൽ ധ്യാനത്തിൽ പങ്കെടുത്ത ഒത്തിരി പേര്, അതിൽ പങ്കെടുത്ത 40ഓളം പേര് പങ്കെടുത്തു. അതിൽ ഒരു 10-20ഓളം പേര് പ്രേക്ഷിതരായി മാറി. അതിലൊരു പ്രിയ സഹോദരനാണ് അവിടെ ആ സ്ഥാപനം തുടങ്ങാൻ സ്ഥലം തന്നത്. അതുപോലെ തന്നെ കൃപാലയത്തിലും അങ്ങനെ തന്നെയാണ്. ചൂരക്കോടുള്ള 2 ചേട്ടനിയന്മാർ ഞാനുമായിട്ടുള്ള ഈ സുവിശേഷപരമായിട്ടുള്ള ചർച്ചകളിലും പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്ത, അവർ ദാനമായി കൊടുത്ത സ്ഥലത്താണ് കൃപാലയം പണിതിരിക്കുന്നത്. അങ്ങനെ സഭാവ്യത്യാസമില്ലാതെ ഒത്തിരി ആളുകൾക്ക് നന്മ ചെയ്യുവാനുള്ള, എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള നന്മ പ്രവർത്തനങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ നയിക്കുവാൻ ഈ മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1 പത്രോസ് 2:6-7 പറയുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്, അതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്നവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ തട്ടി വീഴുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ആര് ധിക്കരിച്ചാലും ആരെതിരെ പോയാലും എല്ലാവരും തട്ടി വീഴുന്ന ഒരു കല്ലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 118:22, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരോടുള്ള വലിയ ആദരവോടുകൂടി പറയട്ടെ, നിങ്ങൾ ഈ കല്ലിന്മേൽ തട്ടി വീഴാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. തട്ടി വീണിട്ടുള്ളവരാണെങ്കിൽ ഈ കല്ല് മൂലക്കല്ലായി വെക്കുവാൻ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന ശ്രേഷ്ഠമായ കല്ലായി ഉപയോഗിക്കാൻ തക്കവണ്ണം വിട്ടുകൊടുത്തിട്ടുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും നിങ്ങളെ എതിർക്കുന്നവരെയും ദൈവത്തിനെതിരെ ദൂഷണം പറയുന്നവരെയും ഈ കല്ലിൽ തട്ടി വീഴാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ ധ്യാനത്തോടുകൂടി ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, വരുന്ന ഞായറാഴ്ച പെന്തക്കൊസ്തിയുടെ ദിവസമാണ്. പെന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് രൂപത്തിൽ അവരുടെ മേലിറങ്ങി വന്നു. പ്രിയ സ്നേഹിതേ, നിൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മൂലക്കല്ലാവുന്ന ക്രിസ്തുവിനോട് വെച്ച് ചേർത്ത് പണിയാൻ, സഭയെ പണിതുയർത്തുവാൻ നിന്നെ വിളിക്കുന്നു. വീടിൻ ഭരണം ശീമോന്, സുവിശേഷം യോഹന്നാന്. സഭയിൽ നിന്നെ പണിയുവാൻ കർത്താവ് വിളിക്കുന്നു. സഭയിൽ നിന്നെ പണിയുവാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു. സഭയെ സകലവിധം സുമുഖി, നീ കറതീണ്ടാത്തവള. നീ സഭയിൽ പണിതാൽ, സഭയിൽ നിൻ്റെ വേല ചെയ്താൽ, അന്ത്യത്തോളം നിന്നെ കാത്തു പരിപാലിക്കുന്ന, അന്ത്യത്തോളം നിന്നെ ലോകാവസാനത്തോളം കൂടെയിരിക്കുന്നവൻ നിന്നെ ന്യായവിധിയിൽ ഏൽപ്പിക്കുകയില്ല. നിന്നെ അവൻ്റെ വരവെങ്കിൽ തൻ്റെ വിശുദ്ധരോട് കൂടെ ചേർത്ത് എടുത്തുകൊണ്ട് പോകും. പ്രിയമുള്ളവരെ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്തുന്നുണ്ട്. വന്ന് പങ്കെടുക്കുകയും ശ്രേഷ്ഠമായ ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലുകളായി തീരുവാൻ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഇറക്കുവാൻ ചെയ്യാനുള്ള ഒരു ആഹ്വാനത്തോടു കൂടി ഈ ശുശ്രൂഷയോട് അവസാനിപ്പിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനങ്ങളിലും വചന ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളിലും എല്ലാം നിങ്ങൾ പങ്കുചേരുക. എല്ലാ ദിവസവും 11 മണി തുടങ്ങി 1 മണി വരെ ഇവിടുത്തെ പ്രേക്ഷിതരും ഇവിടുത്തെ മക്കളും ഈ ദേവാലയത്തിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും എല്ലാവിധ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ലോകമുള്ള എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രാർത്ഥനാ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏത് പ്രശ്നങ്ങളിൽ നിന്നും, എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് മുട്ടുമടക്കുന്നതെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനകൾ എഴുതി അറിയിക്കുക. കൂട്ടായി ജീവിക്കാം, കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി മുന്നോട്ട് പോകാം. ദൈവം തമ്പുരാൻ അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തു വഴി സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളോടും ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ.